നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നൊരു കാര്യമാണ്, കേട്ടുവരുന്നൊരു കാര്യമാണ്, ഏതൊരു ശുഭകാര്യം ചെയ്യുന്നതിന് മുൻപും ഗണപതി ഭഗവാന് മുൻപിൽ തേങ്ങയുടയ്ക്കണം അല്ലെങ്കിൽ നാളികേരം ഉടയ്ക്കണമെന്നുള്ളത്. നമ്മളുടെ പൂർവികരിത് പറയാറുണ്ട്, ആചാര്യന്മാരിത് പറയാറുണ്ട്, മാതാപിതാക്കൾ പറയാറുണ്ട്. എന്ത് നല്ല കാര്യം ചെയ്യുന്നതിന് മുൻപും, വ്യാപാരമായിക്കൊള്ളട്ടെ, വേറെ ഏതെങ്കിലും ശുഭകാര്യമായിക്കൊള്ളട്ടെ, എന്ത് ശുഭമായിട്ട് തുടങ്ങുന്നതിന് മുൻപും തുടക്കം നല്ലതായിരിക്കണമെങ്കിൽ, അതുപോലെ തന്നെ പൂർണ്ണത കൈവരിക്കണമെങ്കിൽ, ഒടുക്കവും നല്ലതായിരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഗണപതി ഭഗവാന് മുൻപിൽ നാളികേരം സമർപ്പിക്കണമെന്നുള്ളത്. എന്താണ് ഇതിൻ്റെ ആത്മീയ തത്വം? ഈ ആത്മീയ തത്വം മനസ്സിലാക്കാതെ നമ്മൾ എത്ര ഇത് ചെയ്തിട്ടും വലിയ പ്രയോജനമില്ല. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലെ ആത്മീയമായ ആ സത്യം മനസ്സിലാക്കണം. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാളികേരത്തിന് എന്താണ് ഇത്ര പ്രത്യേകത? നാളികേരം എന്ന് പറയുന്നത് പ്രകൃതിദത്തമായി തന്നെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഫലമാണ്. നാളികേരത്തിൻ്റെ ആ പുറം ചട്ട അല്ലെങ്കിൽ ആ തോട് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലെ ഫലത്തെയും അതിനുള്ളിലെ വെള്ളത്തെയും, നല്ല മധുരമുള്ള വെള്ളത്തെയും വളരെ ഭംഗിയായി തന്നെ സംരക്ഷിക്കുന്നുണ്ട്. ഈ സംരക്ഷണ കവചം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫലത്തെ അത്രയും ശുദ്ധമായ ഫലമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ശുഭകാര്യം തുടങ്ങുന്നതിന് മുൻപും ഈ ഫലത്തിന് അത്രയും പ്രാധാന്യം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മറ്റൊരു പേരുള്ളത്, ശ്രീഫലം. ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി, ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം. അപ്പോൾ ശ്രീഫലം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ ആ ചൈതന്യമുള്ള ഫലമാണ് നാളികേരം എന്ന് എന്തുകൊണ്ട് പറയുന്നു? നമ്മൾക്ക് ഐശ്വര്യം, സമ്പത്ത്, കീർത്തി എല്ലാം ഈ നാളികേരത്തിലൂടെ ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് നാളികേരം ഉടച്ചു കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു മനസമാധാനം ഉണ്ടാകുന്നത്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഗണപതി ഭഗവാന് മുൻപിൽ നാളികേരം ഉടയ്ക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു വിശ്വാസവും എല്ലാം ശുഭമാകുമെന്നുള്ളൊരു സകാരാത്മക ഊർജം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയും നമ്മളിൽ പ്രവഹിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഗണപതി ഭഗവാന് മുന്നിൽ ഇത് ചെയ്യുമ്പോൾ മാത്രം ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത്? ഗണപതി ഭഗവാൻ മാത്രമല്ല, ഈ നാളികേരത്തിൻ്റെ ആത്മീയ തത്വം മനസ്സിലാക്കുന്നതിന് മുൻപ് ഗണപതി ഭഗവാന്റെ ആത്മീയ തത്വം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ശുഭകാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗണപതി ഭഗവാൻ ഇത്രയും പ്രത്യേകത വന്നത്? സ്വന്തം പിതാവായിട്ടുള്ള സാക്ഷാൽ മഹാദേവൻ പോലും ത്രിപുരാസുരന്മാരെ വധിക്കാനായി പോകുമ്പോൾ ഗണപതി ഭഗവാന് ചെയ്യേണ്ടത് ചെയ്തിട്ടാണ് പോകുന്നത്. ചെയ്തില്ലെങ്കിൽ എന്താണ് അനുഭവം ഉണ്ടാകുന്നത്? നമുക്ക് ആ കഥ മനസ്സിലാക്കുമ്പോൾ അറിയാം. അപ്പോൾ അതുപോലെയാണ് ഏതൊരു കാര്യം, സ്വന്തം പിതാവാണെങ്കിലും ആ പരമേശ്വരനായിട്ട് കൂടിയും സാക്ഷാൽ ശിവപെരുമാന് പോലും ഗണപതി ഭഗവാന് ചെയ്യേണ്ടത് ചെയ്തിട്ടേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഭഗവാന്റെ പെരുമ. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ആ തുടങ്ങി അതിൽ സിദ്ധി ലഭിക്കണം. സാധ്യമായതിനെ സാധകൻ സിദ്ധമാക്കണമെങ്കിൽ അതിന് ഗണപതി വേണം. സിദ്ധിയുടെയും ബുദ്ധിയുടെയും ദേവനാണ് ഗണപതി ഭഗവാൻ. ഗണപതി ഭഗവാൻ ഉണ്ടെങ്കിലേ ആ ബുദ്ധി ഉണരുകയുള്ളൂ. ബുദ്ധി ഉണർന്നെങ്കിലേ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള തിരിച്ചറിവുണ്ടാകുകയുള്ളൂ. ഏതൊരു സംരംഭമായിക്കൊള്ളട്ടെ, ഏതൊരു കാര്യമായിക്കൊള്ളട്ടെ, പഠനമായിക്കൊള്ളട്ടെ, എന്തിനും ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, വിജയമുണ്ടാകുകയുള്ളൂ. ബുദ്ധി പ്രവർത്തിക്കണം, അതിന് ഭഗവാന്റെ മുന്നിൽ തന്നെ എത്തണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഏത്തമൊക്കെ ഇടുന്നത് ഭഗവാന്റെ മുന്നിൽ. അപ്പോൾ അത്രയും പ്രധാനമാണ് ഭഗവാനെ ആരാധിക്കുക എന്നുള്ളത്. ആത്മീയമായി പോയാലും ഭൗതികമായി പോയാലും ഭഗവാനെ ആരാധിച്ച് തുടങ്ങണം അല്ലെങ്കിൽ സ്മരിക്കണം എന്നുള്ളത്. ആരിഷ്ടദേവനാണെങ്കിലും ഭഗവാനെ സ്മരിക്കണമെന്ന് പറയും. നമ്മൾ ഭക്തിയിലാണെങ്കിലും എല്ലാ രീതിയിലും പറയും. ഉപാസനയൊക്കെ ചെയ്യുമ്പോൾ പറയും ഗണപതി ഭഗവാനിൽ തുടങ്ങണം. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം? ഗണപതി ഭഗവാനിലേ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അവിടെ നിന്നേ ആത്മീയമായും ഭൗതികമായും പരിവർത്തനം ഒരു മനുഷ്യനുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഗണപതി ഭഗവാനിൽ തുടങ്ങണം എന്ന് പറയുന്നത്. ഇനി ആത്മീയമായി നാളികേരത്തിൻ്റെ രഹസ്യം എന്താണ്? നമ്മൾ ഗണപതി ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള തത്വങ്ങളും അറിയാവുന്നവരാണ്. അതുകൊണ്ട് ഇനി അതിൽ കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ് നാളികേരത്തിൻ്റെ ആത്മീയമായ തത്വം? നാളികേരം ഉടയ്ക്കുന്നതിലൂടെ ശരിക്കും നമ്മളെന്നുള്ള അഹന്ത തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഭഗവാനെ, എനിക്ക് ഒന്നും സാധിക്കില്ല, നിന്റെ തുണ വേണം, നീ വേണം ഈ കാര്യം പൂർണ്ണതയിൽ എത്തിക്കാൻ, നീ എനിക്ക് തുണയായിരിക്കണം, ഞാൻ ആരുമല്ല, ഞാൻ പൂർണ്ണമായും നിന്നിൽ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഭഗവാന്റെ കാൽക്കലേക്ക് വീഴുകയാണ്, ആ തൃപ്പാദത്തിങ്കൽ ശരണാഗതി പ്രാപിക്കുകയാണ് ഒരു നാളികേരം ഉടയ്ക്കുന്നതിലൂടെ. അതെന്തൊക്കെ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നാളികേരത്തിൻ്റെ പുറം ചട്ട അല്ലെങ്കിൽ അതിൻ്റെ തോട് എന്ന് പറയുന്നത് അഹന്തയാണ്. ആ അഹന്തയുടയുമ്പോൾ അതിനുള്ളിൽ കാണുന്ന ആ കാമ്പോ അത് സത്യമാണ് അല്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനമാണ്, അറിവാണ്. അതിനുള്ളിലെ വെള്ളമോ, അതിനുള്ളിലെ വെള്ളമെന്ന് പറയുന്നത് ദിവ്യമായ ഭഗവാന്റെ ചൈതന്യമാണ്. ദിവ്യമായ ഭഗവാന്റെ ചൈതന്യം എന്ന മധുരമാണ്, മധുരമാർന്ന ആ വെള്ളം. അപ്പോൾ അഹന്ത ഉടഞ്ഞെങ്കിൽ മാത്രമേ സത്യം ദർശിച്ച് ഭഗവാന്റെ ചൈതന്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. സത്യത്തിലൂടെ ഭഗവാന്റെ ചൈതന്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സത്യം തിരിച്ചറിയാനും ഭഗവാന്റെ ചൈതന്യം അനുഭവിക്കാനും നമ്മളെ സാധിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു തത്വത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് നമ്മൾ
ഈ ഒരു തേങ്ങയിലൂടെ അല്ലെങ്കിൽ ഈ നാളികേരത്തിലൂടെ മനസ്സിലാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ ആ 3 കണ്ണുകൾ എന്ന് പറയുന്നത് 3 ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. തമസ്, രജസ്, സത്വ എന്ന 3 ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ 3 ഗുണങ്ങളും കടന്ന് എത്തണേ ഭഗവാനെ, ആത്മീയമായ ആ ഒരു തലത്തിലേക്ക് എത്തണേ ഭഗവാനെ എന്നുള്ളതാണ് ആത്മീയമായ ഇതിൻ്റെ തത്വം. അപ്പോൾ ഈ തേങ്ങ ഉടയ്ക്കുന്നതിലൂടെ, നാളികേരം ഉടയ്ക്കുന്നതിലൂടെ ഞാനെന്നുള്ള അഹന്തയെ ഇല്ലാതാക്കി പൂർണ്ണമായും ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കുന്നു. ഭഗവാനെ എല്ലാം നീ തന്നെ സംരക്ഷിക്കണം. ഞാനെന്നുള്ള ഭാവം തോന്നുമ്പോൾ ഞാനാണ് എല്ലാം ചെയ്യുന്നത്, ഞാനാണ് എല്ലാം എന്നുള്ളൊരു ഭാവം ഉണ്ടാവും. പക്ഷേ നമ്മളെന്നുള്ള ബോധത്തെ മാറ്റിക്കൊണ്ട് പൂർണ്ണമായും ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കുമ്പോഴോ, ഭഗവാനെ നീ വേണം എല്ലാം നടത്തിത്തരാൻ, ഞാൻ ആരുമല്ല എന്നുള്ള ബോധം. അതുകൊണ്ട് തന്നെ നമ്മൾ നാളികേരം ഉടയ്ക്കുമ്പോൾ എല്ലാ വിഘ്നങ്ങളെയും, നമ്മളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ ദുഃഖങ്ങളെയും, നമ്മളുടെ എല്ലാ കർമ്മങ്ങളെയും നമ്മൾ ഒരു തേങ്ങയിലൂടെ ഉടച്ചു കളയുന്നു, ഒരു നാളികേരത്തിലൂടെ ഉടച്ചു കളയുന്നു. അങ്ങനെ ആ സത്യസ്വരൂപനായ ഭഗവാനിൽ പൂർണ്ണമായും ശരണാഗതി പ്രാപിക്കുന്നു. അതുകൊണ്ട് തന്നെ തേങ്ങ ഉടയുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്താഗതി എന്താണ്? ഭഗവാനെ എൻ്റെ എല്ലാ വിഘ്നങ്ങളും മാറ്റി തരണേ. ഈ തേങ്ങയിലൂടെ എൻ്റെ എല്ലാ വിഘ്നങ്ങളും, ഈ നാളികേരത്തിലെ എൻ്റെ എല്ലാ പ്രതിസന്ധികളും, എനിക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും, എൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ തരം പ്രശ്നങ്ങളും ഈ ഒരു നാളികേരം ഉടയുന്നതിലൂടെ ഇല്ലാതാവുന്നു. അതിന് നമ്മൾക്ക് എന്താണ് വേണ്ടത്? പൂർണ്ണ ശരണാഗതി. പൂർണ്ണമായും നമ്മളുടെ അഹന്തയെ മാറ്റിവെച്ച് ഭഗവാനിൽ പൂർണ്ണമായും ലയിച്ചുകൊണ്ട് എല്ലാം നീ നടത്തിത്തരുമെന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട് എന്ന് പറഞ്ഞ്, ഞാൻ ആരുമല്ല, നീ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് ഭഗവാനിൽ പൂർണ്ണമായും ശരണാഗതി പ്രാപിച്ച് എൻ്റെ എല്ലാ വിഘ്നങ്ങളും ഈ തേങ്ങയിലൂടെ ഉടഞ്ഞു മാറുന്നു, എരിഞ്ഞു തീരുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി ആ തേങ്ങ അല്ലെങ്കിൽ ആ ഒരു നാളികേരം ഉടയ്ക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകും. നമ്മൾക്ക് വരാനിരുന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും, എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും, ഏതൊക്കെ വിഘ്നമാണെങ്കിലും അതെല്ലാം ഭഗവാൻ വിഘ്നേശ്വരൻ ഈ ഒരു തേങ്ങയിലൂടെ, നാളികേരത്തിലൂടെ, അത് ഉടയുന്നതിലൂടെ മാറ്റിത്തരുന്നു എന്നുള്ള ഉത്തമ വിശ്വാസം ഒരാളിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരു സകാരാത്മക ഭാവം, പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. ഈ പോസിറ്റീവ് എനർജിയാണ് പിന്നീട് നമ്മൾക്ക് എല്ലാം ചെയ്യാൻ പ്രചോദനമാകുന്നത്. ഭഗവാൻ തുണച്ചാൽ, ഭഗവാൻ വിഘ്നേശ്വരൻ തുണച്ചാൽ പിന്നെ ഒരു കാര്യത്തിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മുൻപ് ഭഗവാന്റെ മുന്നിൽ ഒരു തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധിയും അവിടെ ഉടഞ്ഞു തീരുന്നു. ആ ഉടഞ്ഞു തീരുന്ന മാത്രയിൽ ഭക്തന്റെ മനസ്സിലൊരു ചിന്താഗതിയും വരണം. എൻ്റെ അഹന്ത ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു, ഞാനെന്നുള്ള ഭാവം ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. ആ തേങ്ങ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ നാളികേരത്തിലൂടെ, ആ തേങ്ങയിലൂടെ ഇല്ലാതായി. ഭഗവാനെ ഞാൻ ആരുമല്ല, എല്ലാം നിന്നിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ ആരുമല്ല എന്നുള്ള ബോധം, ആ ആത്മീയ തത്വവും നമ്മൾ മനസ്സിലാക്കണം. ആ തേങ്ങ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രശ്നമാണെങ്കിലും, വരാനിരിക്കുന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിൻ്റെ ആത്മീയ തത്വവും കൂടെ മനസ്സിലാക്കണം. തേങ്ങ ഉടയുന്നത് പോലെ തന്നെ ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലെ അഹന്തയെ ഇല്ലാതാക്കി ഉള്ളിലെ സത്യത്തെ നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതാണ് അതിൻ്റെ തത്വം. അപ്പോൾ ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കുക, എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടാകുക. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നാളികേരം തിരഞ്ഞെടുക്കുമ്പോൾ പൊട്ടിപ്പോയ നാളികേരങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മണമുള്ള ചീഞ്ഞു പോയത് അല്ലെങ്കിൽ പൂപ്പലുള്ളത് ഇങ്ങനെയുള്ളതൊന്നും തിരഞ്ഞെടുക്കാതിരിക്കുക. ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ ഏറ്റവും ശുദ്ധമായ നാളികേരം തന്നെ സമർപ്പിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. ആ ഒരു നാളികേരം തിരഞ്ഞെടുക്കുമ്പോൾ അതിനോടൊപ്പം അഹന്തയില്ലാത്ത മനസ്സോടുകൂടി എൻ്റെ എല്ലാ പ്രതിസന്ധികളും ഭഗവാന്റെ മുന്നിൽ ഉടഞ്ഞു തീരുന്നു എന്നുള്ള ഭാവത്തോടുകൂടി, ഭഗവാനെ എല്ലാം നീ നോക്കിക്കോളും എന്നുള്ള ഭാവത്തോടുകൂടി, ഞാനെന്നുള്ള അഹന്ത മാറ്റിവെച്ച് ഞാൻ ആരുമല്ല എന്നുള്ള ഭാവത്തോടുകൂടി എല്ലാം ഭഗവാൻ മാറ്റിത്തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ പ്രതിസന്ധിയാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഉടയ്ക്കുമ്പോൾ തന്നെ എല്ലാ തരത്തിലുള്ള വിജയവും എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനവും നമ്മൾക്കുണ്ടാകുന്നു. അങ്ങനെ ആ നാളികേരമാകുന്ന പ്രതിസന്ധികൾ ഇല്ലാതാകുന്നതോടുകൂടി നമ്മൾ പൂർണ്ണമായും ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാൻ പൂർണ്ണമായും നമ്മളിൽ തൃപ്തനാകുന്നതോടുകൂടി, നമ്മളെ അനുഗ്രഹിക്കുന്നതോടുകൂടി ഏതൊക്കെ പ്രതിസന്ധികൾ വരാനിരുന്നോ, എന്തൊക്കെയായിരുന്നോ ജീവിതത്തിലെ പ്രശ്നം, അതെല്ലാം മാറിപ്പോകും. ഭഗവാന്റെ മുന്നിൽ ഈ ഒരു ചെറിയ കാര്യം സമർപ്പിക്കുന്നതോടുകൂടി തന്നെ ഇത്ര വലിയ ഫലങ്ങളാണ് നമ്മൾക്ക് വരുന്നത്. നമ്മളുടെ എല്ലാ പ്രതിസന്ധികളും വിട്ടുമാറും. അതുപോലെ തന്നെ അഹന്ത ഇല്ലാതാകണം. അഹന്ത ഇല്ലാതായി ആ നാളികേരത്തിൻ്റെ തത്വം മനസ്സിലാക്കി അഹന്ത ഇല്ലാതാക്കി ഭഗവാന്റെ മുന്നിൽ ഈ നാളികേരം ഉടച്ചിട്ടേ കാര്യമുള്ളൂ. അഹന്ത ഇല്ലാത്ത മനസ്സോടുകൂടി ഭഗവാനെ നീയാണ് വലിയവൻ എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി
ആ പരമമായ ചൈതന്യത്തെ വണങ്ങുമ്പോഴാണ് നമ്മൾക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്. ഞാനെന്നുള്ള ഭാവത്തോടു കൂടി എത്ര തേങ്ങ ഉടച്ചാലും ഒരു ഫലവുമില്ല. ആ പ്രതിസന്ധി എന്ന തേങ്ങ അവിടെ തന്നെ കാണും. പക്ഷേ പൂർണ്ണ വിശ്വാസത്തോടു കൂടി, ശരണാഗത ഭക്തിയോടുകൂടി ഭഗവാന്റെ മുന്നിൽ തേങ്ങ ഉടയ്ക്കുമ്പോഴേ എല്ലാ തരം പ്രതിസന്ധികളും വിട്ടുമാറും, ഉടഞ്ഞു തീരും. അഹോബിലം.